ഡേ നീയോ എന്താടി ഇന്ന് ഡേറ്റ് എത്രാന്ന് എനിക്കറിയാവോ? വല്ല ഓർമ്മയുണ്ടോ ഡേറ്റ് എത്രാന്ന്? ഇവിടെ കലണ്ടർ ഇല്ലടി. ഇവിടുത്തെ പിള്ളേരെ വലിച്ചേറി കളഞ്ഞു. പിള്ളേർക്കൊന്നും ഞാൻ ബുക്ക് പൊതിയാനാണ്, കലണ്ടർ വെച്ചല്ലേ ബുക്ക് പൊതിയുന്നത്. അതുകൊണ്ട് ഇവിടെ കലണ്ടർ ഇല്ല ഡേറ്റ് അറിയാനായിട്ട്. നിന്റെ വീട്ടിൽ കലണ്ടർ ഇല്ലേ? അവിടെ കലണ്ടർ ഒക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചത് അതല്ല, നീ എൻ്റെ കയ്യിന്ന് കടം മേടിച്ചില്ലേ? എനിക്ക് ഇന്നലെ തരാമെന്നാണ് നീ പറഞ്ഞത്. ആ ഡേറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, ഞാൻ ശരിക്കും അങ്ങ് മറന്നുപോയി. അതാണ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തോ ഞാനൊന്ന് മറന്നത്. ഷോ അതാണ് ഈ ഡേറ്റ് ചോദിച്ചത്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും. എന്തായാലും ഇനി ഇത്രയും ക്ഷമിച്ചില്ലേ, ഒരു കുറച്ച് ദിവസം കൂടെ നീ ക്ഷമിക്ക്. എന്തായാലും ഈ ഡേറ്റ് ഞാൻ ഇനി മറക്കത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ കാശ് നിന്നെ റെഡിയാക്കി വിളിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ശരിക്കും മറന്നുപോയതാടി. ഒരുപാട് കാര്യങ്ങളില്ലേ, ഒരുപാട് പ്രശ്നങ്ങളില്ലേ. അതിന് നിന്റെ കാശ് മേടിച്ച കാര്യം അങ്ങ് മറന്നുപോയി. ഇനിയിപ്പൊ എന്തായാലും 2 ദിവസം കൂടെ കഴിയട്ടെ. ഞാൻ അങ്ങോട്ട് കൊണ്ട് തരാം. നീ അതിനകത്ത് ഇങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ശരിയെന്നാ, നീ കേറുന്നില്ലല്ലോ. ഡേ ഡേ എന്താ എടി, ലോണ് കിട്ടിയോ? കാശിന്റെ കാര്യം എന്താന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞാൻ. ഓ, തരാം. ലോണൊന്നും കിട്ടിയില്ല. കിട്ടുമ്പം തരാം. ഈ കാശും കൊണ്ടൊന്നും ആരും എങ്ങോട്ടും പോകുന്നില്ല. നീ ചുമ്മാ ചുമ്മാ ഇങ്ങോട്ട് തിരക്കി വരേണ്ട കാര്യമൊന്നുമില്ല. കഷ്ടകാലത്തിന് മേടിച്ച നിന്റെ കാശ്. അതെ, എനിക്ക് ഓർമ്മയുണ്ട് നിന്റെ കാശ് മേടിച്ചതൊക്കെ. നീ എപ്പോഴും വന്നിങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോണ് കിട്ടുമ്പോൾ ഞാൻ അപ്പം തന്നെ കൊണ്ടുതരാം. ചുമ്മാ കാശ് കിട്ടിയോ കിട്ടുമെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കിട്ടുമ്പം തരും. ശരിയെന്നാ, കാശ് കിട്ടുമ്പോൾ നീ എന്നെ വിളിക്ക്. ഞാൻ പോട്ടെ, അപ്പോഴത്തേക്ക് വരാം. ശോ. മോളെ, എന്താ? നിങ്ങളുടെ ഉമ്മയില്ലേ മോളെ? ഉമ്മ ഇല്ല. ഉമ്മ വല്യമാട് അങ്ങ് വീട്ടിൽ പോയിരിക്കുക. മോളെ കൊണ്ടുപോയില്ലേ? എന്തോ എന്താണ് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ പോലും കൊണ്ടുപോകാഞ്ഞത്. വൈകിട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു. ഉമ്മ വരുമ്പോ ഒന്ന് പറഞ്ഞേരട്ടോ. മുത്ത വന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം ഒന്ന് പറയണം കേട്ടോ. ശരിയെന്നാ, മോള് വാതിലൊക്കെ അടച്ചിട്ടില്ലേ? ശരി. പറയാം. പോയോ മോളെ? ഓ, സമാധാനമായി. പിന്നെ മോളൊരു കാര്യം ചെയ്യും, നമുക്ക് വല്യമാട് അങ്ങോട്ട് പോകാം. അവിടെ ചെന്നിട്ട് എങ്ങനെ ആർന്നെങ്കിലും മേടിച്ച് ഈ കടം തീർക്കാം. അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ഉമ്മച്ചാണ്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. മോളൊരു കാര്യം ചെയ്യും, 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്ക്. എന്നൊന്നും ചെന്നൊന്നും കാശും ചോദിക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു നാത്തുകാരി ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ അവള് കേൾക്കാതൊക്കെ വേണം ഉമ്മടുത്ത് എങ്ങനെയും കാശ് ഒപ്പിച്ച് തരാൻ പറയാനായിട്ട്. മോളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് ഇപ്പം തന്നെ പോകാം. ഇനി ഇവള് വരുന്നതിന് മുമ്പ്